ബൈബിൾ കുറെ കെട്ടുകഥകളാണെന്ന് കേരളത്തിലെ ഒരു പ്രഭാഷക ഈ അടുത്ത സമയത്തൊരു പ്രസ്താവന നടത്തി. അവർ വിശ്വസിക്കുന്ന മതഗ്രന്ഥങ്ങളൊന്നും കെട്ടുകഥ അല്ല എന്ന അവരുടെ ആത്മവിശ്വാസം കാണാതെ പോകരുത്. ബൈബിൾ തന്നെ കെട്ടുകഥകൾക്ക് പിന്നാലെ പോകരുത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഈ പറഞ്ഞത് ഒരു കെട്ടുകഥയല്ല. പുതിയ നിയമത്തിൽ തിമത്തിയോസിന് എഴുതിയ കത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: അന്യഥാ ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. കെട്ടുകഥകൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യം തർക്കങ്ങളാണ്. തർക്കങ്ങളുണ്ടാകുന്നത് രണ്ട് വ്യത്യസ്തങ്ങളായ വാദങ്ങളുള്ള രണ്ടു പേർ പരസ്പരം ഞാനാണ് ശരിയെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോഴാണല്ലോ. ഇവരുടെ തർക്കം പരിഹരിക്കാൻ രണ്ടുപേരും അംഗീകരിക്കുന്ന ഒരു ആധികാരിക സ്രോതസ് ആവശ്യമാണ്. ഇത് കെട്ടുകഥകൾക്കില്ല. കാരണം കെട്ടുകഥകളിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കണ്ടവരോ കേട്ടവരോ ആരും ഈ കാര്യങ്ങളൊന്നും എഴുതി വച്ചിട്ടില്ല. വിശ്വാസ്യതയില്ലാത്ത സ്രോതസ്സുകളാണ് കെട്ടുകഥകൾക്കുള്ളത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊന്നാണ് വംശാവലി. എന്ന് വച്ചാൽ കുടുംബത്തിൻ്റെ ശ്രേഷ്ഠത പ്രകടിപ്പിക്കാൻ വേണ്ടി കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത പൂർവികരെക്കുറിച്ച് പൊങ്ങച്ചം പറയുക, നിറം പിടിപ്പിച്ച നുണകൾ പടച്ചുവിടുക. ഇതാണ് വാസ്തവത്തിൽ വർഗീയത. ഒരു പ്രത്യേക കുടുംബത്തിലോ ജാതിയിലോ മതത്തിലോ ജനിച്ചതുകൊണ്ട് മാത്രം ഞങ്ങൾ മറ്റവരെക്കാൾ ഭേദപ്പെട്ടവർ എന്ന മനോഭാവം. കെട്ടുകഥകളും അന്തമില്ലാത്ത വംശാവലികളും സഭയ്ക്കുള്ളിൽ ഉപയോഗിക്കുന്നവരെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ, കെട്ടുകഥകളും അന്തമില്ലാത്ത വംശാവലികളും സഭയ്ക്കുള്ളിലുണ്ടെങ്കിൽ പിന്നെ അവിടെ നിർവ്യാജ സ്നേഹം ഉണ്ടായിരിക്കില്ല. സ്നേഹപ്രകടനങ്ങൾ കാണും, പക്ഷേ ആ പ്രകടനങ്ങളിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കില്ല. അതിൻ്റെ പുറകിൽ ഹൃദയശുദ്ധിയോ ഉദ്ദേശശുദ്ധിയോ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കി ഒഴിഞ്ഞിരിക്കുന്നതാണ് ബുദ്ധി. ദൈവവ്യവസ്ഥയായ വിശ്വാസം മൂലമുണ്ടാകുന്നത് നിർവ്യാജ സ്നേഹമാണ്. ഇതാണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ തെളിവ്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.